Hi students, welcome to the lecture. Today we will be dealing with econometrics concepts. So നമ്മൾ രണ്ട് സെഷൻസ് ഓൾറെഡി എക്കണോമെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നോക്കുന്നത് ടൈപ്സ് ഓഫ് ഇക്കണോമെട്രിക്സ് ആണ്. എന്താണ് നോക്കുന്നത്? ടൈപ്സ് ഓഫ് ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിൽ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? എക്കണോമിക്സ്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എക്കണോമിക്സിൻ്റെ തന്നെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എക്കണോമെട്രിക്സിൽ നമ്മൾ വേരിയബിൾസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നൊക്കെ ഉള്ളത് നമ്മളിതിൻ്റെ മെത്തഡോളജിയിലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? രണ്ട് കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്ന് തിയററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സ്. ഓക്കെ, ഒന്ന് തിയററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സ്, പിന്നീട് ഒന്ന് വരുന്നത് അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സ്. തിയററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സും ഉണ്ട്, അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സും ഉണ്ട്. ഈ തിയററ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ടും അവർ കൺസേൺ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. തിയററ്റിക്കൽ മോഡൽസിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേ വിൽ ബി ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് മോഡൽസ്. കുറച്ച് മോഡൽസ് ഡെവലപ്പ് ചെയ്യും. അപ്രോപ്രിയേറ്റ് മോഡൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഫോർ വാട്ട്? ഫോർ മെഷറിങ് എക്കണോമിക് റിലേഷൻഷിപ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോഡൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? എക്കണോമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തിൽ ഉള്ള എക്കണോമിക് റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്തിരിക്കുന്നത്? എക്കണോമെട്രിക് മോഡൽസിൽ. എക്കണോമെട്രിക് മോഡൽസിൽ ഉള്ള വേരിയബിൾസിൻ്റെ എക്കണോമിക് റിലേഷൻഷിപ്സ് മെഷർ ചെയ്യാനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് മോഡൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എക്കണോമെട്രിക്സിൻ്റെ ഒരു വിഭാഗമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? തിയോററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബുക്സിലും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതൊരു എക്കണോമെട്രിക് മോഡലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്കണോമെട്രിക് ആയിട്ടുള്ള മോഡൽസിനകത്ത് ഉണ്ടാകുന്ന എക്കണോമിക് റിലേഷൻഷിപ്സിനെ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു തിയോററ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു OLS എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ മറ്റൊരു കോൺസെപ്റ്റും കൂടിയുണ്ട്. നമ്മൾ ഒരുപാട് അസംഷൻസ് എന്തുണ്ട്? നമ്മൾ ഈ ഒരു എക്കണോമെട്രിക് മോഡൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം OLSനൊക്കെ ഒരു 5 അസംഷൻസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റ് അസംഷൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് അസംഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ തിയററ്റിക്കൽ മോഡൽസിൽ നമ്മൾ എന്ത് ചെയ്യണം? അസംഷൻസും കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആ അസംഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എന്താണ്? അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഫുൾഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തിയററ്റിക്കൽ മോഡൽസിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മുടെ തിയററ്റിക്കൽ എക്കണോമെട്രിക്സിലുള്ള ടൂൾസ് ഉണ്ടല്ലോ, ആ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ എക്കണോമിക്സ്, ബിസിനസ്, അതുപോലെ തന്നെ അതിനകത്ത് തന്നെ വരുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, ഡിമാൻഡ്, സപ്ലൈ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ്? നമ്മൾ പഠനം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈഡ് എക്കണോമെട്രിക്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ തിയററ്റിക്കൽ ടൂൾസ് എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു എക്കോണമീനെ കുറിച്ച് പഠിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഡിമാൻഡ്, സപ്ലൈ, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കം ടു ബി നോൺ ആസ്
അപ്ലൈഡ് എക്കണോമെട്രിക്സ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് എക്കണോമെട്രിക്സിൽ നമ്മൾ തിയറട്ടിക്കൽ ഉണ്ട്, അപ്ലൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തിയറട്ടിക്കൽ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡൽസ്, എക്കണോമെട്രിക് മോഡൽസിൻ്റെ അകത്തുള്ള എക്കണോമിക് റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ തിയറട്ടിക്കൽ ടൂൾസ് പ്രാക്ടിക്കൽ പർപ്പസിന് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തിയറിറ്റിക്കൽ അതുപോലെ തന്നെ ഈ അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സിന് മറ്റൊരു കാര്യവും കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഈ തിയറിറ്റിക്കലിൻ്റെ അകത്ത് തന്നെ വീണ്ടും നമുക്കൊരു സബ് ഡിവിഷനുണ്ട്. തിയറിറ്റിക്കലിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ ബേഷ്യൻ മെത്തേഡും ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അപ്ലൈഡ് ആയിട്ടുള്ളതിൻ്റെ കേസിലും എന്താണ്, നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, ക്ലാസിക്കലും അതേപോലെ തന്നെ എന്താണ് ബേഷ്യനും, രണ്ട് മെത്തേഡും നമുക്ക് ഉണ്ട്. ഓക്കെ അല്ല, അതിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ സെഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ബേഷ്യൻ വി വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിയറട്ടിക്കൽ മോഡലും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സും എന്താണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ തിയറട്ടിക്കൽ മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എപ്പോഴും ഇതിരുന്ന് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. ഇവിടെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ റോൾ വരുന്നത്. റോൾ ഓഫ് കമ്പ്യൂട്ടർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ET ഉണ്ട്, അതുപോലെ തന്നെ ഇവ്യൂസ് ഉണ്ട്, സ്റ്റാറ്റ ഉണ്ട്, SPSS ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് എന്താണ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഈ റിഗ്രഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നമ്മുടെ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ മെയിൻ ചാപ്റ്റേഴ്സിലോട്ടേക്ക് കിടക്കാണ് സിംഗിൾ ഇക്വേഷൻ റിഗ്രഷൻ മോഡൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തിയറട്ടിക്കൽ മോഡലും അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക് മോഡലും എന്താണെന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ നമ്മുടെ നെക്സ്റ്റ് സെഷൻ തൊട്ടായിരിക്കും നമ്മൾ സിംഗിൾ ഇക്വേഷൻ റിഗ്രഷൻ മോഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും പറഞ്ഞതിൽ, അതായത് നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ എന്താണെന്നുണ്ടെങ്കിൽ അതും കൂടി പോയി കാണാം. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മെത്തഡോളജിയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് എക്കണോമെട്രിക്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ഈ 3 ചാപ്റ്റേഴ്സും കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്ററിലോട്ടേക്ക് വരേണ്ടത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ സെഷൻസ് ആയിരിക്കും, എക്കണോമെട്രിക്സിൻ്റെ സെഷൻസ് ആയിരിക്കും ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.